ഓക്കെ, അടുത്തൊരു സിറ്റുവേഷൻ നോക്കുക. ഈ ഒരു സിറ്റുവേഷനില് നമുക്ക് ആ ഒരു വർഷം ചില മാസങ്ങളില് വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലെ, ചില മാസം വീട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്തും കൂടെ ഉണ്ട്, അൺറിയലൈസ്ഡ് റെന്റും ഉണ്ട്. വാടകക്കാരൻ ചില മാസങ്ങളിൽ വാടക കൊടുക്കാത്തതും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഇതിലെ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം എക്സ്പെക്ടഡ് റെന്റ് നോക്കുക. എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെയാ നോക്കുക? അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നോക്കാം. ഇതിൽ എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ നോക്കുക? മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഹയസ്റ്റ് വാല്യൂ എടുക്കുക. അപ്പൊ ഇവിടെ 2 lakh ആണ് ഹയസ്റ്റ് വാല്യൂ, അതാണ് എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്നത്. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ആക്ച്വൽ റെന്റ് ഒരു മാസം 25,000 രൂപയാണ്. അങ്ങനെ $90,000 കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ അൺറിയലൈസ്ഡ് റെന്റ് അല്ലെ, അപ്പൊ അത് നമുക്ക് കുറക്കാം എന്ന് പറഞ്ഞു. അത് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻ? ഈ ടെനന്റ് ജെനുവിൻ ആയിരിക്കണം. ടെനന്റ് അതായത് ടെനന്റ് അല്ല, ഈ ടെനൻസി അതായത് ഈ വാടക കരാർ എന്തായിരിക്കണം? ജെനുവിൻ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇയാള് നമുക്ക് ഡിഡക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വാടക തരാത്ത ഈ വാടകക്കാരൻ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവണം. ഓക്കെ, ഇനി അഥവാ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഓണർ എന്ത് ചെയ്യണം? അയാളെ പുറത്താക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ഓക്കെ, ദെൻ അതിന് ശേഷം എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ലീഗൽ ആക്ഷൻ എടുക്കണം. ഓണർ ഈ വാടക കിട്ടാൻ വേണ്ടിയിട്ട് ലീഗൽ ആക്ഷൻ എടുത്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഈ ടെനന്റ് ഈ ഓണറിന്റെ മറ്റ് ഹൗസ് പ്രോപ്പർട്ടിയിലൊന്നും താമസിക്കുന്നില്ല എന്ന് ആർക്കും ഉറപ്പ് അല്ലെങ്കിൽ ആരിൽ ഉറപ്പുണ്ടായിരിക്കണം? ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉറപ്പ് വരുത്തണം. അസസ്മെന്റ് ഓഫീസർ ഉറപ്പാക്കണം. ഇത്രയും കാര്യങ്ങൾ ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾ ഓക്കെ, നമ്മൾ ലെറ്റ് ഔട്ട് ഹൗസിന്റെ 5 സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു നോക്കി. ഇനി നമ്മൾ പറയാൻ പോണത് അടുത്തതാണ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് അല്ലെ. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്വന്തമായിട്ട് താമസിക്കുന്ന വീട്, അവിടെ ആരും നമുക്ക് റെന്റ് ഒന്നും തരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഹൗസിന് എങ്ങനെയാണ് അതിന്റെ ആനുവൽ വാല്യൂ? അതിന്റെ ആനുവൽ വാല്യൂ കാണണോ? നോക്കി നോക്കാം. നമുക്ക് 3 സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ when the house is self-occupied for the full year, അതായത് ആ ഒരു വർഷം മുഴുവനും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ സ്വന്തമായിട്ടുള്ള ഹൗസ് എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫുൾ ഇയറിലും ഞാൻ അവിടെ എനിക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹൗസ് യൂസ് ചെയ്തത്. അതിൽ നിന്ന് എനിക്ക് ഒരു റെന്റും കിട്ടുന്നില്ല. അതിന്റെ ആനുവൽ വാല്യൂ എന്തായിരിക്കും? നില്ലായിരിക്കും, 0 ആയിരിക്കും. അതിന് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഇനി നമ്മുടെ സെയിം ഹൗസ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? പാർട്ടിലി നമ്മൾ ലെറ്റ് ഔട്ടിന് കൊടുക്കുകയാണ്. അതായത് വീടിന്റെ ഒരു ഭാഗം നമ്മൾ റെന്റിന് കൊടുക്കുകയാണ്.
ഓക്കെ, അടുത്ത സിറ്റുവേഷൻ നോക്കി നോക്കാം. ഇവിടെ നമ്മൾ എന്താണ്, ഒരു വ്യക്തി അയാൾക്കൊരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ അയാൾ എന്താ ചെയ്തത്, അയാള് ഒരു വർഷത്തില് അയാൾ അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ താഴെയും മുകളിലുമുള്ള ഒരു ഹൗസ്, അതിന്റെ താഴെ ഭാഗത്ത് ഇയാള് ഫുൾ ഇയർ താമസിക്കുന്നുണ്ട്. ദെൻ അടുത്തതോ, രണ്ടാമത്തതിൽ എന്താ പറയുന്നത്, ഇനി മുകൾ ഭാഗത്ത് ഒരു വർഷത്തിലെ ഒരു ഹാഫ് മന്ത്, ഇതൊരു പോർഷൻ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു വീടുണ്ട്, താഴെയും മുകളുമുള്ള ഒരു വീടാണ്, അതിന്റെ താഴെ ഭാഗത്ത് ഞാൻ ഫുൾ ഇയർ താമസിക്കുന്നുണ്ട്, മുകൾ ഭാഗവും ഞാൻ വാടകയ്ക്ക് കൊടുത്തു, പക്ഷെ അതിലെ ഒരു 4-5 മാസം വാടകക്കാരുണ്ടായിരുന്നു അല്ലെ, ഫുൾ ഇയർ വാടകക്കാരുണ്ടായിരുന്നില്ല, 4-5 മാസം വാടകക്കാരുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന്റെ അതായത് ഫുൾ ഇയർ നമ്മൾ മുഴുവൻ താമസിച്ച ആ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ ആനുവൽ വാല്യൂ 0 ആയിരിക്കും അല്ലെ. ദെൻ ഇനി പാർട്ടിലി സെൽഫ് ഓർ പാർട്ടിലി റെന്റ് അല്ലെ, അങ്ങനെ പറഞ്ഞാൽ എന്താ, ചില മാസം അല്ലെ. വാല്യൂ എടുക്കുക. ഓക്കെ, മുനിസിപ്പൽ വാല്യൂ എത്രയാണ്, 2 lakhും ഫെയർ റെന്റൽ വാല്യൂ 2,40,000 ആണ്. അപ്പൊ ഇതിൽ ഹയസ്റ്റ് വാല്യൂ 2,40,000 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക, എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. അതായത് ആക്ച്വൽ റെന്റ് എത്രയാണ്, 1,60,000 ആണ്. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഹയസ്റ്റ് വാല്യൂ, 2,40,000 ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്തെടുക്കുന്നു, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നു. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്യുക, 2,000 രൂപ ഡിഡക്ട് ചെയ്യുക. അപ്പൊ ബാക്കി നമുക്ക് കിട്ടുന്നതാണ് എന്ത്, നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന്റെ 3 സിറ്റുവേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി അല്ലെ. ഇനി നമ്മൾ ആനുവൽ വാല്യൂ കിട്ടി എന്ത് ചെയ്യണം, ഈ ആനുവൽ വാല്യൂ കിട്ടിയ എമൗണ്ടിന്റെ മുകളിലാണോ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്? അല്ല. നോക്കി നോക്കാം, നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടി, അതിൽ നിന്ന് നമുക്ക് ഇൻകം ടാക്സ് ലോ പ്രകാരം കുറച്ച് ഡിഡക്ഷൻസ് കുറക്കാം. അതും ഡിഡക്ഷൻസ് ഒക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻകത്തിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു,
അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഈ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് കുറക്കാവുന്ന കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. അതും കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നോക്കി നോക്കാം, പ്രധാനപ്പെട്ട 2 ഡിഡക്ഷൻസ് ആണ് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഡിഡക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് പറയുന്നു എന്തേ, നമുക്ക് ചില എക്സ്പെൻസുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഓക്കെ. ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എങ്ങനെയാണ് ഹൗസ് പ്രോപ്പർട്ടിക്ക് ലോസ് സംഭവിക്കുക? അതായത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന്, ഇപ്പൊ എനിക്ക് എന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്.
ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ഇൻകം കിട്ടുന്നത് ഇപ്പോ ഒരു 50,000 രൂപയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 10,000 രൂപയാണ് എനിക്ക് ഇൻകം കിട്ടുന്നത് എന്ന് വിചാരിക്കുക. ഗ്രോസ് ആനുവൽ വാല്യൂ ഇപ്പോ ഒരു 10,000 രൂപയാണ്. ഓക്കെ, ദെൻ നമുക്കറിയാം ഇതിൽ നെറ്റ് ആനുവൽ വാല്യൂ ഒരു 10,000 ആണെന്ന് വിചാരിക്കുക. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻസ് കുറക്കാം അല്ലെ? എന്തൊക്കെയാണ് ഡിഡക്ഷൻസ്? 30% എന്താണ്, നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കാം. ഇപ്പൊ 10,000ന്റെ 30% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 3,000 രൂപ അല്ലെ? അത് നമുക്ക് കുറക്കാം അല്ലെ? ബാക്കി നമുക്ക് എത്ര ഉണ്ടായിരിക്കും? ഇതിലൊരു 7,000 രൂപ ഉണ്ടായിരിക്കും. ഇനി ദെൻ എക്സാമ്പിൾ ആയിട്ട് ഇനി നമുക്ക് ആ വർഷം ഞാൻ ഈ പ്രോപ്പർട്ടി എന്താണ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഞാൻ ഇവിടെ ഈ ഇൻട്രസ്റ്റും എനിക്ക് കുറക്കണം അല്ലെ? അപ്പൊ എനിക്ക് ഇവിടെ കുറക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ ഇപ്പൊ എനിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് ബാക്കി എനിക്ക് ടാക്സബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 7,000 രൂപയുള്ളൂ. ഇനി ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ 10,000 കുറക്കുക അല്ലെ? ഞാൻ ഇപ്പൊ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ 7,000 രൂപയിലേ കുറക്കാൻ പറ്റുള്ളൂ. ബാക്കി 3,000 രൂപ എന്താണ്? ലോസ് ആണ്. മനസ്സിലായോ? അതായത് ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡിഡക്ഷൻസ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് കുറക്കുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവ് ആവും അല്ലെ? ഇൻകം നെഗറ്റീവ് ആവും. അതാണ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസും ഉണ്ട്, ലെറ്റ് ഔട്ട് ഹൗസും ഉണ്ട് അല്ലെ? ഇപ്പൊ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അത്? നമുക്ക് അതിൽ നിന്ന് ഇൻകം ഒന്നും കിട്ടുന്നില്ല, ആനുവൽ വാല്യൂ 0 ആണ് അല്ലെ? അപ്പൊ അതിന് നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കണ്ട. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ലോൺ എന്തെങ്കിലും റെന്റ് ഹൗസും ഉണ്ട്. ഇവിടെ ലോസ് വന്നു, നെഗറ്റീവ്
അതിന്റെ കൂടെ സെറ്റ് ഓഫ്